നരസിംഹ അവതാരം. പേരുപോലെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരവുമാണ് ഈ മഹാവിഷ്ണു അവതാരത്തിൻ്റെ പ്രത്യേകത. സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത് എന്ന് തുടങ്ങിയ വരങ്ങൾ സമ്പാദിച്ചു. അദ്ദേഹത്തിൻ്റെ മകനായ പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണു ഭക്തനായിരുന്നു. തൻ്റെ ശത്രുവായ വിഷ്ണുവിനെ ഭജിക്കരുതെന്ന് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് കൽപ്പിച്ചുവെങ്കിലും ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. പരാജിതനായ അസുരൻ ക്രോധം പൂണ്ട് പ്രഹ്ലാദനോട് വിഷ്ണുവിനെ കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു. എൻ്റെ വിഷ്ണു തൂണിലും തുരുമ്പിലും അങ്ങിലും എന്നിലും എല്ലാവരിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. എങ്കിൽ തൂണിലിരിക്കുന്ന വിഷ്ണു നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിരണ്യകശിപു തൻ്റെ രാജധാനിക്കുള്ളിലെ തൂണിൽ ആഞ്ഞടിച്ചു. ഉടൻ തന്നെ ആ തൂണ് പിളർന്ന് ഉള്ളിൽ നിന്ന് ഉഗ്രരൂപിയായ നരസിംഹമൂർത്തി പുറത്തു വരികയായിരുന്നു. ദിക്കുകളെല്ലാം ഞെട്ടിവിറയ്ക്കുന്ന രീതിയിൽ അട്ടഹാസത്തോടുകൂടി നരസിംഹ അവതാരം സംഭവിക്കുകയും സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിൻ്റെ വധം നടത്തുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഭക്തരെ ദുരിതക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഏത് ഉപായത്തിലൂടെയും ഭഗവാൻ എത്തിച്ചേരും എന്ന സന്ദേശമാണ് ഇതിനുള്ളത്.